കൂടുതൽ പേരെ നമുക്ക് പങ്കെടുപ്പിച്ച് നിങ്ങളിത് ഇന്നത്തെ ഈ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കണം. അങ്ങനെ അടുത്ത വർഷം കൂടുതൽ പേരെ നമുക്ക് പങ്കെടുപ്പിക്കണം. ഇത് നമ്മുടെ സമുദായത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ സമുദായ ബോധം നമ്മിൽ കൂടുതൽ വളർത്താൻ പറ്റുന്ന ഒരു ദിവസമാണ്. ടോണിയച്ചൻ എന്തെല്ലാം കാര്യങ്ങളാണ് നല്ല ഭംഗിയായിട്ട് തോമസ് ലീഹായുടെ വിശ്വാസ സാക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ചല്ലോ. അതിനുശേഷം അവസാന ഭാഗം ടോണിയച്ചൻ പറഞ്ഞത് നമുക്ക് വിട്ടുകളയാനാവാത്ത സമുദായ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, കൈമോശം വന്നുവെങ്കിൽ അവയെല്ലാം തിരിച്ചു പിടിക്കാൻ അതിനൊക്കെ നമുക്ക് കഴിയണം. അടുത്ത തലമുറയ്ക്ക് അത് കാട്ടിക്കൊടുക്കാൻ നമുക്കാവണം എന്ന് തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ സൂചന, അതിൻ്റെ ഒരു ചെറിയ കാര്യമാണ് നമ്മൾ ഇന്നിവിടെ അനുഷ്ഠിക്കുന്നത്. ഇപ്പം ഇന്നിവിടെ വന്ന് ആഘോഷമായ റംസാപ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഒപ്പം നമ്മുടെ തോമസ് നാമധാരികളുണ്ട്. അവരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന് വലിയ ഗംഭീരമായ ആദരിക്കൽ ചടങ്ങ് ക്രമീകരിച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയില്ലേ? അത് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമുക്ക് നമ്മുടെ തോമസ് നാമധാരികൾക്ക് ഗംഭീരമായ ഒരു അനുമോദനവും ഒപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും ഒക്കെ നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ, സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വരണം. അവിടെ എല്ലാവർക്കും ഇരിപ്പിടം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വന്ന് നമുക്ക് അവിടെ ഇരിക്കാം. നമ്മുടെ മാറ്റുനച്ഛനെ അറിയാമല്ലോ, നമ്മുടെ അച്ഛൻ വലിയ നാടകകൃത്താണ്. അദ്ദേഹം തയ്യാറാക്കി കുട്ടികളെ പരിശീലിപ്പിച്ച തോമസ് ലീഹായെ കുറിച്ചുള്ള ഒരു മനോഹരമായ സ്കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ അവതരിപ്പിക്കുന്ന ഒരു പ്രയർ നല്ല ആഘോഷമായി ഇതിനെല്ലാം മാറ്റുകൂട്ടുന്ന തരത്തിൽ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. മതാധ്യാപകരെല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഇന്നിനി പോകുന്നത് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കാണ് പോകേണ്ടത്. അവിടെയുള്ള ഇരിപ്പിടങ്ങളിൽ നിങ്ങൾ ഇരിക്കണം. അവിടെ ആ കുട്ടികളുടെ തോമസ് ലീഹായെ കുറിച്ചുള്ള മനോഹരമായ ഒരു സ്കിറ്റ് നമ്മുടെ മാറ്റുനച്ഛൻ എഴുതി തയ്യാറാക്കി പരിശീലിപ്പിച്ച സ്കിറ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളെല്ലാവരും വരണം. അവിടെ ആ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ തോമസ് നാമധാരികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അവരെ ആദരിക്കൽ ചടങ്ങുമാണ് നമ്മളെല്ലാം ആ വേദിയിൽ വെച്ചാണ് നടത്തുന്നത്. അതേ തുടർന്ന് കുട്ടികളുടെ സമ്മാന വിതരണമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് നേർച്ച ഭക്ഷണങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തും. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കിനി ശാന്തമായി ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിൻ്റെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പോകാം. അവിടെ ഇനി വരുന്ന കലാപരിപാടികളിലും നമ്മുടെ ഈ തോമസ് നാമധാരികളുടെ ഈ സ്കിറ്റിലുമൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പങ്കെടുക്കാം. ഒപ്പം തോമസ് നാമധാരികളെ എല്ലാവരെയും, ഇന്ന് വരാത്തവർ ഏറെ പേര് നമ്മുടെ ഇടവകയിലുണ്ട് എങ്കിലും ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും നമ്മൾ നല്ലതുപോലെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മൾ ശാന്തമായി നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് പോകാം.